കട്ടിലിൽ മലർന്നു കിടക്കുകയാണ് രമേശൻ. കുറച്ചു കഴിഞ്ഞ് വനജയെ വന്ന് കിടന്നു. രമേശൻ വനജയെ നോക്കി. പിന്നെ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. ഞാൻ പുതിയൊരെണ്ണം എടുത്തു. എനിക്ക് വേണം ഫ്രണ്ട്സുകളും ചാറ്റിങ്ങും എല്ലാം. ആണുങ്ങൾക്ക് എന്ത് വേണേലും ആവാലോ. ഞാനും നോക്കട്ടെ. നീ പ്രതികാരം ചെയ്യാണോ? പിന്നല്ലാതെ. ഭർത്താവിന് വെച്ച് വിളമ്പി തുണികളും കഴുകി ഈ വീട് വൃത്തിയാക്കി മോന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭാര്യ കഴിയുന്നതേ ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണിന്റെ കടമയാണ് നല്ല ബോധമുള്ളതുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഭാര്യയെ സ്നേഹിക്കാതെ മറ്റു സുഖം തേടിപ്പോകുന്ന ഭർത്താവിനോട് ഏത് ഭാര്യയും പ്രതികാരം ചെയ്തു പോകും. അവൾ അത്രയും പറഞ്ഞ് തിരിഞ്ഞിടന്നു. രമേശിനൊരു ദീർഘനിശ്വാസം വിട്ടു. പിറ്റേന്ന് രാവിലെ രമേശൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ വനജ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം അയക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും തുടങ്ങിയോ ഫോണിൽ തോണ്ടല്? എല്ലാവർക്കും ശുഭദിനം അയക്കുകയായിരുന്നു. ഓ പിന്നെ ശുഭദിനം പോലും. ആദ്യം ഭർത്താവിനോട് ശുഭദിനം പറയും, എന്നിട്ടല്ലേ നാട്ടുകാരോട്. നിങ്ങൾ എത്ര ശുഭദിനം എന്നോട് പറഞ്ഞിട്ടുണ്ട്? ആദ്യം ഭർത്താവ് മാതൃ കാണിക്കണം. രമേശിന് ഉത്തരം മുട്ടി. മുറിയിലേക്ക് പോയി രമേശൻ ഫോണെടുത്ത് നെറ്റ് ഓണാക്കി. മെല്ലെ അടുക്കളയിലേക്ക് നോക്കി. വനജ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഇല്ലെന്ന് ഉറപ്പുവരുത്തി മെസ്സഞ്ചർ എടുത്തു. മെസ്സേജ് വരുന്ന ശബ്ദം. പെട്ടെന്ന് ഫോണിന്റെ വോളിയം കുറച്ച് സൈലന്റ് മോഡിലാക്കി മൊബൈലുമായി ബാത്റൂമിലേക്ക് കയറാൻ നോക്കി. ഈ സമയം ചായയുമായി മുറിയിലേക്ക് വന്ന വനജ കാണുന്നത് ഫോണുമായി ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന രമേശിനെയാണ്. നിങ്ങളുടെ മൊബൈൽ അപ്പിടാനും തുടങ്ങിയ? രമേശൻ വിളറിയ ചിരി പാസ്സാക്കി. ആ ചിരി കണ്ട് വനജ വീണ്ടും ചോദിച്ചു. മേശപ്പുറത്ത് ചായ വെച്ച് വനജ പോയി. ബാത്റൂമിൽ നിന്ന് രമേശൻ മെസ്സഞ്ചർ എടുത്ത് നോക്കി. ഞെട്ടിപ്പോയി. ശ്യാമ കൊല്ലം ശുഭദിനം അയച്ചിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് രമേശൻ മറുപടിയായി ശുഭദിനം തിരിച്ചു അയച്ചു. ചായ കുടി കഴിഞ്ഞ് മഹേഷിനെ വിളിച്ച് രമേശൻ. അവള് വീണോളിയാ? വർഷങ്ങളായിട്ട് അവളെന്റെ ഭാര്യയല്ലേടാ, ഇനി എന്ത് വീഴാൻ? അത് നിനക്കല്ലേ അറിയൂ. ചാറ്റുമ്പോ നീ രമേശനല്ല വിനോദ് കോട്ടയാ, അത് മറക്കണ്ട. ഏടാ അവളെ വളച്ച് നിന്റെ കാൽ ചൂട്ടിൽ കൊണ്ടുവരത്തക്ക പരുവത്തിലാക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. നീ വിളിച്ച ആ ഊച്ചാളി രമേശനെ ഉപേക്ഷിച്ച് പെട്ടിയും കിടക്കായിട്ട് അവള് പുറകെ വരണം. എന്ത് ഊച്ചാളി രമേശനോ? എടാ അത് ഞാനല്ലേ മരമാക്രി. പ്രത്യക്ഷത്തിൽ നീയാണ്, പക്ഷെ പരോക്ഷത്തിൽ നീയല്ലോ. അവരൊക്കെ ആരാ? ആര്? അല്ല ഈ പ്രത്യക്ഷും പരോക്ഷും. എന്റെ ശിവനെ, എന്റെ ശിവനെ. മഹേഷ് തലയിൽ കൈവച്ചു. എടാ മഹേഷ്, എനിക്കൊരു സംശയം. എന്താ പറ. അവളെന്നെ ഉപേക്ഷിച്ച് പിന്നെയും ചെല്ലുന്നത് എന്റെ അടുത്തേക്ക് തന്നെയല്ലേടാ? എടാ അവള് ഊച്ചാളി രമേശനെ ഉപേക്ഷിക്കുന്ന കോട്ടയം വിനോദിനെ പോകുന്ന ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന പോലെയാ. അച്ചു തെണ്ടിയോ? അവനാരാ തെണ്ടി? എന്റെ അയ്യപ്പസ്വാമി, ഇവനെ ഞാൻ കുത്തിക്കൊല്ലും. എടാ നീ ചാറ്റി ചാറ്റി അവളുടെ മനസ്സ് പഠിക്കടാ. എങ്ങനെ പഠിക്കാനാ? കൊറോണ കാരണം പഠനം മൊത്തം ഓൺലൈൻ വഴിയല്ലേ. ഇതൊരു ഓൺലൈൻ പഠന. സ്വന്തം ഭാര്യയുടെ ഇഷ്ടവും ഇഷ്ടക്കേട് അറിയാനുള്ള ഇഷ്ടന്റെ ഓൺലൈൻ പഠനം. അങ്ങനെ കരുതിയാൽ മതി. എടാ എല്ലാം കൂടി കൊള്ളാവും അവസാനം. കോളോ എറണാകുളം ഒന്നും ആവില്ല. നീ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക്. ഓക്കെ, വൈകിട്ട് കാണാം. മഹേഷ് ഫോൺ കട്ടാക്കിയപ്പോൾ രമേശന്റെ മനസ്സ് വല്ലാതെയായി. ഈ തീക്കളി വേണ്ട. എന്റെ ഭാര്യയുടെ ഈ സ്വഭാവം മഹേഷ് അറിഞ്ഞ നാണക്കേട് എനിക്ക് തന്നെയല്ലേ. മലന്ന് കിടന്ന് തുപ്പിയാൽ സ്വന്തം മുഖം ചീത്തയാ. വേണ്ട, കാര്യങ്ങൾ അവളോട് തുറന്നു പറയാം. അല്ലെങ്കിൽ ID ഡിലീറ്റ് ചെയ്ത് ഒന്നറിയാത്ത പോലെ അവളെ സ്നേഹിക്കാൻ. അവൾക്ക് സ്നേഹവും കരുതലും കൊടുത്താൽ ജീവിതം സ്വർഗാവും. അതാ നല്ലത്. ആൾമാറാട്ടം നടത്തി ഭാര്യയുടെ സ്നേഹം പിടിച്ചു വാങ്ങണം. അങ്ങനെ ആലോചിച്ചപ്പോൾ മകൻ വന്ന് പറഞ്ഞു, അച്ഛാ അത് നോക്കിക്കേ, അമ്മയുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചറിന് 1K ലൈക്ക്. രമേശ് ഞെട്ടി. കാണിച്ചോ മോനെ? മകന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി വനജയുടെ ഫേസ്ബുക്ക് നോക്കി രമേശൻ. ദൈവമേ! രമേശൻ അറിയാതെ വിളിച്ചുപോയി. തന്റെയും വനജയുടെയും ഫോട്ടോക്കാണ് 1K ലൈക്ക് കിട്ടിയിരിക്കുന്നത്. വനജ രമേശ് എന്നാണ് ID നെയിം. ഭഗവാനെ, അപ്പൊ ശ്യാമ കൊല്ലം അവളാര്? തന്റെ ഫോൺ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് വനജയുടെ ഫോണുമായി രമേശ് അടുക്കളയിലേക്ക് ചെന്നു. വനജ! രമേശൻ വിളിച്ചു. ആ വിളിയിലെ സ്നേഹവും കുറ്റബോധവും വനജ തിരിച്ചറിഞ്ഞു. അവൾ ചിരിച്ചു. എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഉപേക്ഷിച്ചു വനജെ. എനിക്കത് മതി രമേശ് ചേട്ടാ. ചേട്ടനെ പറ്റിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ആ ID അന്ന് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. രണ്ടാമതെടുത്ത പുതിയ ID ഇത്. ചേട്ടന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ദൈവമേ, എൻ്റെ പാവം ഭാര്യ ഞാൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു. വനജയെ ചേർത്ത് പിടിച്ചു രമേശൻ. ഈ സമയം രമേശന്റെ ഫോണും എടുത്ത് മകൻ അവിടേക്ക് ഓടി വന്നു. അച്ഛാ, ദാണ്ടെ മെസ്സഞ്ചറിൽ അച്ഛനൊരു കോള്. ആരാ മോനെ? ഒരു ശ്യാമ കൊല്ലം. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. മകന്റെ കയ്യിൽ നിന്ന് ഫോൺ വനജ വാങ്ങി. രമേശന് അടിമുടി വിയർത്തു. ഭഗവാനെ, എല്ലാം തകിടം മറിയും. എനിക്ക് ഈ ജീവിതം വേണ്ട, മടുത്തു. ഹലോ, വനജ വിളിച്ചു. രമേശന് തലകറങ്ങുന്ന പോലെ തോന്നി. ഭിത്തിയിലേക്ക് ചാരി നിന്നു. ഹായ് മോളു, എനിക്കറിയായിരുന്നു ഈ ID ഒരു പെണ്ണിൻ്റെതാണെന്ന്. ഞാൻ ശ്യാം MA കൊല്ലം, നോട്ട് ശ്യാമ. മോൾ എവിടെയാ താമസം? വാട്സാപ്പ് നമ്പർ തരൂ, നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാം. പെട്ടെന്ന് വനജ കോള് കട്ടാക്കി.
ചേട്ടാ അതൊരാണാണ്, ശ്യാമി എമ്മയെ കൊല്ലം. അയാളെ ബ്ലോക്കാക്കി ചേട്ടാ, വൃത്തിയേട്ട വെച്ചേ. രമേശന് അന്തം വിട്ടു. ചേട്ടാ അത് ഫേക്ക് ഐഡിയാ, ഞാൻ ബ്രോം വായിച്ച ഏതോ ഭ്രാന്തനാ. ഹോ. രമേശന്റെ ശ്വാസം നേരെ വീണു. എൻ്റെ അയ്യപ്പ സ്വാമി, അടുത്ത വൃശ്ചികത്തിൽ ഞാൻ മല ചവിട്ടിയേക്കാമേ. രമേശൻ മനസ്സിൽ നേർച്ചേർന്നു. പെട്ടെന്ന് മഹേഷിന്റെ കോൾ വന്നു. അളിയാ എന്താടാ? എടാ കണ്ട അലവരാതിക്ക് റിക്വസ്റ്റ് അയച്ച് എന്നെ കൊടുക്കാന്ന് കരുതി അല്ലേടാ? പ്രത്യക്ഷത്തിൽ ഞാൻ രമേശനാ, പരോക്ഷത്തിൽ ഞാൻ ആരാണെന്ന് നാളെ നിനക്ക് കാണിച്ചു തരാമടാ ചേറ്റേ.